എല്ലാവർക്കും കോക്ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ അമൂലിൻ്റെ മിഠായി മെയ്ഡ് ഇതൊക്കെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാവുന്നത്. അതിനൊക്കെ ഒത്തിരി വിലയായിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പായസം ഉണ്ടാക്കാനോ ഐസ്ക്രീം ഉണ്ടാക്കാനോ പുഡിംഗ് ഉണ്ടാക്കാനോ കേക്ക് ഉണ്ടാക്കാനോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 4 കപ്പ് പാൽ ഒരു പാനിലെടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ്, അതായത് പകുതി, എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ പകുതി പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മൾ ആദ്യം ചേർക്കുന്നത് അത് കാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡിന് ഒരു നല്ലൊരു പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു കളറില്ലേ, ഒരു ലൈറ്റ് യെല്ലോ, ക്രീമി യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മിൽമേൻ്റെ ഓറഞ്ച് കളർ പാക്കറ്റില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാലാണ്. ഇനി അതല്ല, ഫാറ്റ് തീരെ ഇല്ലാത്ത പാലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് കുറവായിരിക്കും. അപ്പോൾ കുറച്ചധികം പാലെടുക്കേണ്ടി വരുന്നു മാത്രം. പിന്നെ ചില ദിവസങ്ങളിൽ പാൽ അധികമായിട്ട് വരും നമ്മുടെ വീടുകളിൽ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തൈര് ഒഴിച്ച് വയ്ക്കും. പക്ഷെ ഒരുപാട് തൈരായാലും നമുക്ക് പിന്നെ ആലോചിക്കും, ഇതിപ്പോൾ എന്താപ്പം ചെയ്യേ പാൽ കൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലവർ അല്ലേ. അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കാം. അതായത് കുറച്ച് പഞ്ചസാര ഇട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കായിട്ട് നമുക്ക് പായസമായാലും പുഡിംഗ് ഉണ്ടാക്കാം കുട്ടികൾക്ക്. അതുപോലെ പല സാധനങ്ങളും, കേക്ക് ഉണ്ടാക്കാം. എഗ്ഗില്ലാതെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വയ്ക്കുക. ഇതാകുമ്പോൾ കുറച്ച് കാലം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഇരിക്കും. ഈ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കണത് ഇതുപോലെ എടുത്തിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്യണം കേട്ടോ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, അവിടെ എവിടെയും ചെറിയ രീതിയിൽ പാടയൊക്കെ കാണും. പക്ഷെ അത് കുഴപ്പമില്ല, ഇളക്കിക്കൊണ്ടിരിക്കുക. അവസാനമാകുമ്പോൾ പാടയൊക്കെ അപ്രത്യക്ഷമാവും. ഇനി അഥവാ പാട വരുവാണ് എങ്കിൽ അവസാനം നമ്മൾ ഓഫ് ചെയ്ത് ചൂടാറുന്നതിന് മുമ്പ് ഒന്ന് അരിച്ചെടുത്താൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ട് കുറച്ച് റെസിപ്പി ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തികയുന്നില്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് ആദ്യം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം കരുതി എന്നാൽ പിന്നെ അതിൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ അടുത്തതെന്ന് വിചാരിച്ചു. ഇവിടെ മിക്കവാറും ഇതുപോലെ ഉണ്ടാക്കാറാണ് പതിവ് കേട്ടോ. മേടിക്കൽ കുറവാണ്. ഇനി അഥവാ പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ മേടിക്കാറില്ല, എങ്കിലും പരമാവധി ഉണ്ടാക്കാറാണ് പതിവ്. പണ്ടൊക്കെ പാല് ബാക്കി വരുമ്പോൾ ഞാൻ പനീറാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ബാക്കി വന്ന പാൽ ഇപ്പോൾ അന്നേ ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കണമെന്ന് പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ പനീർ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരാഴ്ച വരെ പഴക്കമുള്ള പാലുകൊണ്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചിലർ പറയും, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ പാലൊന്നും അങ്ങനെ ബാക്കി വരാറില്ല. അതും ശരിയാണ്. നമ്മളൊക്കെ പാലൊക്കെ വളരെ കുറച്ച് മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ പാക്കറ്റ് പാൽ മേടിക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ്, അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് പോവും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കട്ടി കുറഞ്ഞ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം പകുതിയേക്കാട്ടിലും കൂടുതൽ നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും. അത് കട്ടിയാവാനായിട്ട് കുറച്ചധികം സമയം വേണ്ടി വരും. പക്ഷേ ഇത് ഇത്തിരി കട്ടിയുള്ള പാലായതുകൊണ്ട് അധികം സമയം വേണ്ട. മാത്രമല്ല നല്ല പെട്ടെന്ന് തന്നെ നല്ല കട്ടിയായിട്ട് വരും. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പക്ഷേ ശരിക്കും ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പാലെടുക്കുന്നോ അതിൻ്റെ പകുതി പഞ്ചസാര എന്നാണ് കണക്ക്. തിന്നായിട്ടുള്ള പാൽ, അതായത് പുറത്തുനിന്നൊക്കെ നമ്മളൊക്കെ സൊസൈറ്റി പാലൊക്കെ മേടിക്കുമല്ലോ, അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടുള്ള പാലായിരിക്കും. അങ്ങനെയുള്ള പാൽ വെച്ച് ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ അളവൊന്ന് കുറയ്ക്കുകയാണ് നല്ലത്. കാരണം അവസാനം അത് വറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ അതിന് കറക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അത് അലിഞ്ഞതിന് ശേഷമുള്ള അളവിൻ്റെ പകുതി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ബബിൾസ് ഇങ്ങനെ കാണാം. ചെറുതായിട്ട് പാടെ ഇങ്ങനെ കിട്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തോടനെ ഇതുപോലെ പൊങ്ങി പതഞ്ഞ് വരും കേട്ടോ. ഇത് ചേർക്കുന്നത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേർത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടതിന് ശേഷം വീണ്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ആകെ എനിക്ക് 30 മിനിറ്റാണ് കുക്കിംഗ് ടൈം വന്നത്. അതിനുശേഷം ഞാൻ 2 മിനിറ്റ് ഓഫ് ചെയ്ത് അനക്കാതെ വെച്ചു. പിന്നീട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ കളറ്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇത് നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷമാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടോടെ തന്നെ വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. പക്ഷെ ഞാൻ അരിക്കണമൊന്നുമില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ് നല്ലത്. കാരണം ഒരുപാട് വിസ്കസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ടൻസ് മിൽക്ക് കണ്ടല്ലോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് 1.5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഈ കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് വരുന്നുണ്ട്. എല്ലാവരും ചാനൽ തുടർച്ചയായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.